നമ്പൂതിരി മുതൽ നായാടി വരെ തൻ്റെ കാൽക്കീഴിൽ വരുന്ന ഒരു അത്ഭുത കേരളം സ്വപ്നം കാണുന്ന വെള്ളാപ്പള്ളി ഗുരുവിന് നല്ല നമസ്കാരം തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. എല്ലാവർക്കും സ്വാഗതം. നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള കൂട്ടരെ ഒരുമിപ്പിക്കണം എന്ന സാമൂഹ്യ ചിന്ത വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് വെള്ളാപ്പള്ളി ഗുരുവിൻ്റെ കഷ്ടകാലം. കണിച്ചുകുളങ്ങരയിലെ രാജാവായി വിലസുകയായിരുന്നു ഇത്രയും കാലം. എന്നാൽ ഇപ്പോഴാണെങ്കിൽ കേൾക്കാൻ ബാക്കിയുള്ള ചീത്തയൊന്നുമില്ല എന്നായിരിക്കുന്നു. എല്ലാം ഹിന്ദുവിനെ ഉദ്ധരിക്കാൻ പുറപ്പെട്ടതുകൊണ്ട് നേടിയതാണ്. പുറത്തു നിന്നുള്ള പാരയെ കൂടാതെ സഹോദര സ്ഥാപനമാണെന്ന് കരുതിയ BJPയിൽ നിന്ന് പോലും പാരകളുടെ പ്രളയമാണ്. കാസർഗോട്ട് നിന്നും എങ്ങനെയൊക്കെയോ വെള്ളാപ്പള്ളി യാത്ര തിരിച്ചിട്ടുണ്ട്. കൃഷ്ണ ഗുരുവായൂരപ്പ, ഒരുപാട് വെണ്ണയെല്ലാം കട്ടു നിമിത്തുള്ളതല്ലേ അവിടുന്ന്. ഈ ശങ്കരൻ എന്തെങ്കിലും അറിയാതെ തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പൊറുക്കണേ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ. ഭാരതീയ ജനതാ പാർട്ടി ഈ സമത്വ മുന്നേറ്റ യാത്ര വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ നിലയിൽ യാത്രയുടെ നായകന് ആശംസകൾ നേരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടത്തേക്ക് യാത്ര തിരിച്ചത്. ചാത്തപ്പൻ മൂത്തവൻ ഞാനവൻ്റെ ചേട്ടൻ എന്ന് പറയും പോലെ BJPക്കാർ തരികിടയാണെങ്കിൽ ഞാൻ അതിലും വലിയ തരികിടയാണെന്ന് ഗുരുവിനറിയാം. അത് കണക്കാക്കി മുഖ്യമന്ത്രി കസേര വരെ ഗുരു പണിയിപ്പിച്ചു കഴിഞ്ഞു. അതിനായി വോട്ടു ചെയ്യാനുള്ള ജനസംഖ്യയെ വാർത്തെടുക്കുന്നതിൻ്റെ തിരക്കിലാണ് ഗുരു. കാരണം പദ്ധതികൾ വന്നു. പഞ്ചമത്തേവത്തുന്നപ്പോ എന്താണ് നമ്മൾ വിചാരിച്ചത്? ആദ്യം അച്ഛനും അമ്മയും 3 മക്കളും, അങ്ങനെ 5 എന്നാണ് ആദ്യം നമ്മളെ പഠിപ്പിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് അതിനുശേഷം വന്നു നമ്മൾ 2, നമുക്ക് 2, അച്ഛനും അമ്മയും 2 മക്കളും, അങ്ങനെ നമ്മൾ 2, നമുക്ക് 2 എന്നായി. പിന്നെ കുറച്ച് ആളുകൾ പറഞ്ഞ് നമ്മൾ അച്ഛനും അമ്മയും 1, നമുക്കൊന്ന്, അങ്ങനെ നമ്മൾ ഇതെല്ലാം കേട്ടു. നമ്മളൊന്ന്, നമുക്കൊന്ന്. ഇപ്പൊ നമുക്ക് ഒരു സുഖം തോന്നി, ഒന്നും ഇല്ലെങ്കിലും ഇപ്പൊ എന്താണ് എന്ന ചിന്തയിലേക്ക് എത്തിയപ്പോൾ മറ്റുള്ളവർ പ്രൊഡക്ഷൻ കൂട്ടി, നമ്മൾ പ്രൊഡക്ഷൻ കുറച്ച് നമ്മൾ കിടക്കുന്നു. അപ്പൊ നമുക്ക് വോട്ടില്ല, ആളില്ല. ഇത്രയും കൊല്ലം കൊണ്ട് ശതമാനം എത്രയാണ് പോയത്? 10 കൊല്ലം കൊണ്ട് 10% താന്നപ്പോൾ ജനസംഖ്യ മാത്രം പറഞ്ഞു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നിക്കറും ഷർട്ടും തയ്പ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഗുരുവിന് ഇപ്പോൾ നേരാവണ്ണം ഉറങ്ങാൻ പോലും പറ്റുന്നില്ലെന്നാണ് അറിവ്. ഉറക്കത്തിൽ VSൻ്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വരുമത്രേ. വെള്ളാപ്പള്ളി ഗുരുവിന് ഇന്ന് VS നൽകിയിരിക്കുന്നത് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ വേഷമാണ്. എട്ടുകാലി മമ്മൂഞ്ഞിനെ പറ്റി പറഞ്ഞിട്ടുള്ള കഥ ആര് പറഞ്ഞിട്ടുള്ളതാണെന്ന് ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. മമ്മൂഞ്ഞിനെ പറ്റി പറയുന്ന പോലെ മമ്മൂഞ്ഞ് കുഞ്ഞലക്ഷ്മിക്ക് ഗർഭം ധരിച്ചു എന്ന് പറയുമ്പോൾ അത് ഞമ്മളാ. അത് മാത്രമല്ല, ഗൗരിക്കുട്ടി ആനയാ, അത് ഞമ്മളാ എന്ന് പറയുന്ന ആ ഉദ്ഭവ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആ ഉൾമ നിങ്ങൾ ഇതിനെ സമാനമായി VS പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവനവൻ കുഴിക്കുന്ന കുഴികളിൽ വീഴുമ്പോ ഗുലുമാലിന് അച്ഛൻ കേട്ടിട്ടുണ്ടോ? അത് മോളെ, അതൊരു സിനിമയ്ക്കകത്തെ പാട്ടല്ലേ? ആ പാട്ടിന്റെ കാസറ്റ് ഒരെണ്ണം വാങ്ങി ദിവസവും കേൾക്കുന്നത് നന്നായിരിക്കും. അല്ലാതെ രാവിലെ പൂജാമുറി കയറിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഓരോ ദിവസം ചെല്ലുന്തോറും പ്രശ്നങ്ങൾ വഷളായി വരികയാണല്ലോ. ഈശ്വരനെ നിഷേധിച്ച് ജീവിക്കുന്നോണ്ടാ പ്രശ്നങ്ങൾ ഒഴിയാത്തത്. വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയത്തിൽ പോകാം, മകനും പോകാം, ഭാര്യയ്ക്കും പോകാം. അവർക്കൊക്കെ പോകുന്നതിന് ഞങ്ങൾ 100% സന്തോഷമുള്ളൂ. അവർ പോയി പ്രവർത്തിക്കട്ടെ. പക്ഷേ ഗുരുദേവ പ്രസ്ഥാനത്തെ, അതിൻ്റെ ഈ SNDP യോഗത്തെ അതിലേക്ക് വലിച്ചിഴക്കുകയും അതിന് വിരുദ്ധമായി ജാതിയും മതവും ഒക്കെ കൂട്ടിക്കുഴച്ച് പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നെങ്കിൽ അതിൻ്റെ കൊടി ഉപയോഗിക്കുന്ന കൊടി അത്രയും ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നാണ് അവിടെ പറയുന്നതോ.
മുസ്ലിങ്ങൾക്ക് അത് കിട്ടി, ക്രിസ്ത്യാനിക്ക് ഇത് കിട്ടി, നമുക്കെന്ത് കിട്ടി, നമ്മൾ കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് മറ്റവർ അറ്റാക്ക് ചെയ്യണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ജാതി മതം എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ചുള്ള സംഭാഷണങ്ങളും പ്രസംഗങ്ങളും പ്രചരണങ്ങളുമാണ് നടക്കുന്നത്. ഒരിക്കലും അത് ഗുരു നിന്ദയാണ്. ഗുരുവിനോട് എത്രമാത്രം നമുക്ക് കടുത്ത നിന്ദയും വർഗീയതയും വളർത്തിവിടുന്നതിലേക്ക് വേണ്ടി മാത്രമാണ് നടത്തുന്നത്. ഗ്രഹങ്ങളെല്ലാം ഉത്തമ സ്ഥാനത്താ. പ്രശ്നവശാൽ യാതൊരു ദോഷവും കാണുന്നില്ല. അങ്ങനെ പറയരുത് എന്റെ പൊന്നു പണിക്കരെ. ഇടുത്തി വീഴുന്ന പോലല്ലേ ഓരോന്ന് വന്ന് വീഴുന്നത്. എല്ലാം നന്നായി വന്നാലും ദുഷ്ടശക്തികൾ വല്ല പ്രയോഗവും നടത്തിയിട്ടുണ്ടെങ്കിൽ അരിഷ്ടതകൾ വരാം. ഇനി ആ വഴി കൂടി ഒന്ന് നോക്കട്ടെ. സത്യം പറഞ്ഞാൽ അവനവൻ കുഴിക്കുന്ന കുഴികളിൽ എന്ന് തുടങ്ങുന്ന പാട്ട് നല്ലോണം കേൾക്കുന്നത് ഗുരുവിന് നല്ലത് തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ യാത്ര തിരുവനന്തപുരത്ത് എത്തും മുൻപേ ബാക്കിയുള്ള തുണി കൂടി ഈ VS ഉരിച്ചു കളയാനിടയുണ്ട്. അക്കരെയും ഇക്കരെയും കാണുന്ന പച്ച മാത്രം തേടിപ്പോയ ചില ഘടകകക്ഷികൾക്ക് ഇത് പീഡനകാലമാണ്. ഐക്യമുന്നണിയിൽ ആടുജീവിതം നയിക്കുന്ന വീരേന്ദ്രകുമാറിൻ്റെ ജനതാദളിന് ഇപ്പോഴാണ് ബോധം വന്നു തുടങ്ങിയത്. ഒറ്റയ്ക്ക് നിന്നാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ലെങ്കിലും കോൺഗ്രസ് തങ്ങളെ തോൽപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് നേതാക്കൾ ഇപ്പോൾ കരഞ്ഞു പറയുന്നത്. പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ വ്യാപകമായി തെരഞ്ഞുപിടിച്ച് പരാജയപ്പെടുത്തിയതായി ആക്ഷേപം വന്നിട്ടുണ്ട്. ഈ ആക്ഷേപത്തെക്കുറിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം ഇന്ന് നടക്കുന്ന കമ്മിറ്റി ചർച്ച ചെയ്യും. ജില്ലാ അധ്യക്ഷന്മാരുടെ റിപ്പോർട്ടിൽ ഈ ആക്ഷേപ യാഥാർത്ഥ്യമാണോ എന്ന് ഞങ്ങൾ പരിശോധിക്കും. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ. പാലക്കാട് നടന്നോ പഞ്ചായത്തിലും നടന്നോ എന്ന ഇന്നത്തെ ചർച്ചയിൽ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പരാജയപ്പെടുത്തിയതിനെ കുറിച്ച് ഇപ്പോൾ കോൺഗ്രസ് അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ ജില്ലാ അധ്യക്ഷന്മാരുടെ ഒരഭിപ്രായം അനുസരിച്ച് ധാരാളം സ്ഥലങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ ഇതാ ഇപ്പം നന്നായേ. ഒരു ബാർ മുതലാളിയായ ബിജു രമേശ് പറഞ്ഞപ്പോൾ ഇവിടെ മന്ത്രിക്ക് വരെ രാജിവെക്കേണ്ടി വന്നു. കുറേ കാലമായി താൻ തൊണ്ട കീറി പറഞ്ഞപ്പോൾ ഇതൊന്നും ആരും മൈൻഡ് പോലും ചെയ്തില്ല. കൊട്ടാരക്കര പിള്ള സാറിൻ്റേതാണ് പരാതി. സത്യം പറഞ്ഞാൽ പോലും ഇപ്പോൾ ആരും വിശ്വസിക്കുന്നില്ലെന്ന് വെച്ചാൽ ഇത്തിരി കഷ്ടാണേ. KM മാണിയുടെ അഴിമതിയെക്കുറിച്ച് ഒന്നൊന്നുമല്ല. KM മാണിയുടെ അഴിമതിയെക്കുറിച്ച് ഞാൻ എഴുതി കൊടുത്ത കടലാസുകൾ ഒരുപക്ഷെ വളരെ താമസിയാതെ നിങ്ങൾക്ക് തരും. ഇത് ഇപ്പോഴും ഉണ്ടായതല്ലത്. ബാർക്കോഴ വരുന്നതിന് മുമ്പ് തന്നെയുള്ളതാണ്. ബാർക്കോഴ എഴുതി വേറെ കൊടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. ബാർക്കോഴ വരുന്നതിന് മുമ്പുള്ളതാണ്. പക്ഷെ KM മാണിയേക്കാളൊക്കെ വലിയ തിമിംഗലങ്ങൾ ഈ മന്ത്രിസഭയിൽ വേറെ ഉണ്ട്, അതും എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? ഒരു ഉദാഹരണത്തിന് ബിജു രമേശ് പറഞ്ഞ 164 സ്റ്റേറ്റ്മെൻറ്റിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ബിജു രമേശ് പരസ്യമായി പറയുന്നത് TV കൂടെ ഞാൻ കേട്ട അഴിമതികൾ ഞാൻ ചിലത് എഴുതി കൊടുത്തു. അതിൽ 4 പേരെക്കുറിച്ചാണ് ബിജു രമേശ് എന്ന് പറഞ്ഞത്. മാണി, ബാബു, ശിവകുമാർ, രമേശ് ചെന്നിത്തല. ഇത്ര രൂപ വാങ്ങിയെന്ന് ബിജു രമേശ് TV കൂടെ പറയുകയും പത്രത്തിൽ വരികയും ചെയ്തു. അതിൽ മാണിയുടേത് മാത്രം അന്വേഷിച്ചു. മാണി കുറ്റക്കാരനല്ലെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. മാണിയെ ന്യായീകരിക്കുന്നുമില്ല. ഒരു കാരണവശാലും മാണിയെ ന്യായീകരിക്കാൻ പറ്റില്ല. തനിക്ക് അവകാശമില്ലാത്ത മേഖലകളിൽ കടന്ന് എന്ന് കാശ് മേടിച്ച ആളാണ് മാണി. നിയമമന്ത്രിക്ക് എന്താ, ഞാൻ എക്സൈസ് മന്ത്രിയായിട്ടിരുന്ന ആളാണ്. നിയമമന്ത്രിക്ക് എന്താ എക്സൈസ് കാര്യമെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപാട് കാലം മന്ത്രിയായിരുന്ന ആളാണ്. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? ഇതെന്ത് ന്യായം, എന്ത് നീതി, എന്ത് മന്ത്രിസഭ? അത് ഉമ്മൻചാണ്ടി മാണിയെ കൊടുന്ന് കണ്ടു വല്ലതും കൊടുത്തേരെ എന്ന് പറഞ്ഞു എന്ന് വരെ പറഞ്ഞു. ഉമ്മൻചാണ്ടി അറിയാതെ ഒന്നും നടക്കില്ല. നീ നേടിയത് വല്ലതും നീ കൊണ്ടുവന്നതാണോ? ഇന്നലെ വേറൊരാളുടെ കയ്യിൽ, ഇന്ന് നമ്മുടെ കയ്യിൽ, നാളെ മറ്റൊരുത്തിന്റെ. എടാ അർത്ഥം മനസ്സിലായല്ലോ. എടാ എന്നോടൊപ്പം നിന്നാൽ 10 ദിവസം കൊണ്ട് 10 കോടി ഉണ്ടാക്കി തരാൻ ഞാൻ നിനക്ക്. രമേശിനെതിരായിട്ട് എന്ത് അന്വേഷണമില്ല?
ശിവകുമാറിനെതിരായിട്ട് എന്തുകൊണ്ട് അന്വേഷണമില്ല? ബാബുവിനെതിരായിട്ട് എന്തുകൊണ്ട് അന്വേഷണം? ഏറ്റവും കൂടുതൽ കാശ് പിടിച്ചു ബാബുവിനെതിരായി അന്വേഷണം നടന്നാൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ബാബുവിനെതിരായി അന്വേഷണം നടന്നാൽ ഈ വാങ്ങിച്ച പണത്തിൻ്റെ പങ്ക് എവിടെയൊക്കെ എത്തിയെന്ന് പറയാൻ കഴിയുന്നയാൾ ബാബുവാണ്. ഉമ്മൻചാണ്ടിയുടെ വരെ തല ഉരുടും. എടാ, നിന്നെ ആരെങ്കിലും കള്ളനെന്ന് വിളിച്ചാൽ വിളിക്കുന്നവനെ ജനം തല്ലിക്കൊല്ലും. വലിയ എട്ടണോ നശിച്ചു, മറ്റുള്ളവരെ കൂടി വെറുതെ എന്തിനാ നശിപ്പിക്കുന്നത്? എടാ മണ്ട, ഈ നാട്ടിലെ സത്യസന്ധന്മാരാ കണ്ണീരും കടമൊക്കെ ആയിട്ട് നശിച്ചു പോകുന്നത്. നമ്മുടെ രാജ്യത്ത്, നിങ്ങൾ നിയമം പഠിച്ചവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്, നമ്മുടെ രാജ്യത്ത് ഇങ്ങനൊരു നിയമമുണ്ടോ? ഇങ്ങനൊരു നിയമമില്ലല്ലോ. മാണിക്കെതിരായി ക്വിക്ക് വെരിഫിക്കേഷൻ, അതിനേക്കാൾ കൂടുതൽ ബാധകമാകേണ്ടത് ബാബുവിനല്ലേ? അപ്പം മാണിക്കൊരു നിയമം, മാണി മോശക്കാരനാണെന്നോ നല്ലവനാണെന്നോ അല്ല ഞാൻ പറയുന്നത് അർത്ഥം. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, നാളെ രാവിലെ അങ്ങനെ പറയേണ്ട വരരുത്. മാണിയുടെ പേര് ചെയ്തത് ശരി തന്നെ, അത് ഇനിയും നടന്നോളും. ദൈവം നമ്പരാനുള്ളത് കൊണ്ട് പലതും നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദൈവവിശ്വാസിയാണ്, വിശ്വസിക്കുന്ന ആളാണ്. വരാൻ കിടക്കുന്നേ ഉള്ളൂ ഇനി, അല്ലെങ്കിൽ ഗവൺമെൻറ് മാറി വരുമ്പോൾ പിന്നെയും വന്നോളും. ഇതൊന്നും എസ്റ്റോപ്പലൊന്നുമില്ലല്ലോ, സമയപരിധിയൊന്നുമില്ല ഈ നിയമത്തിൽ. ഈശ്വര ഭഗവാനെ, അച്ഛന് നല്ലത് മാത്രം വരുത്തണേ, അയാളെ ഞാൻ കോടതി കയറ്റും. മാണിയെ ഡിഫെൻഡ് ചെയ്യാന്നാരും നാളെ എഴുതി കളയരുത്. ഞാൻ ഡിഫെൻഡ് ചെയ്യത്തില്ല, അത് വേറൊരു കാര്യം. ചെയ്ത പാതകങ്ങളുടെ എല്ലാം ഫലം അനുഭവിക്കണമെന്ന് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയ ആളെന്നുള്ളതിൽ എനിക്ക് അഭിപ്രായമുണ്ട്, അത് വേറെ കാര്യം. ഈശ്വര ഭഗവാനെ, അച്ഛന് നല്ലത് മാത്രം വരുത്തണേ, അയാളെ ഞാൻ കോടതി കയറ്റും. ഇന്ന് ഇനി കൂടുതൽ ചവത്തിൽ കുത്തലുകളില്ല. ബാക്കി നാളെ. നമസ്കാരം.